ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ബോഡി ബാത്ത് പൗഡറാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഫുൾ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സും ചെറിയ ചെറിയ കുരുക്കളൊക്കെ ദേഹത്തുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബാത്ത് പൗഡറാണ്. ഹെർബലാണ്, നമ്മളെല്ലാം ഹോം മെയ്ഡായിട്ട് അടിപൊളിയായിട്ടുള്ള സംഭവങ്ങൾ വെച്ചാണ് ചെയ്യുന്നത്. എല്ലാവർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എങ്ങനെ യൂസ് ചെയ്താൽ 100% നമുക്ക് റിസൾട്ട് കിട്ടും, നമ്മുടെ സ്കിൻ ഗ്ലോ ആവാനായിട്ട് സഹായിക്കും എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. കയ്യിലാണ് ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. ഈ സെയിം സംഭവം നമുക്ക് മുഖത്തും അതുപോലെ തന്നെ ഫുൾ ബോഡി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നന്നായിട്ട് നിറം വയ്ക്കാൻ സഹായിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് മുന്നേ ആയിട്ട് എല്ലാവരും എൻ്റെ ഈ കുഞ്ഞ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു ബോഡി പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ചെറുപയറിൻ്റെ പൊടിയാണ്. ചെറുപയറിൻ്റെ പൊടി ഞാനിതിലെടുത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് മാത്രം ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത് കാണിക്കുകയാണ്. സാധാരണ ഞാനൊരു ബോട്ടിലാക്കി വെക്കാറാണ് പതിവ്. ഇത് ഞാനിങ്ങനെ കുറേ ഉണ്ടാക്കി ബോട്ടിലാക്കി വെച്ചിരിക്കുമായിരുന്നു. ചില സമയത്ത് കൂടുതൽ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് കട്ടയായി പോകുന്നതായിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ആവശ്യമുള്ള സമയത്ത് ഉണ്ടാക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും ചെയ്യാമല്ലോ. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഇൻസ്റ്റൻ്റായിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇങ്ങനെ വലിയ ബോട്ടിലൊക്കെ ആക്കി വെക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ ചെറുപയറിൻ്റെ പൊടി എടുത്തു. അടുത്തതായിട്ട് ചന്ദനത്തിൻ്റെ പൊടിയാണ് എടുക്കുന്നത്. ഇനി ചന്ദനത്തിൻ്റെ പൊടി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് മുൾട്ടാണി മിട്ടി എടുക്കാം. പക്ഷേ സ്കിപ്പ് ചെയ്യരുത്. മാക്സിമം നമ്മുടെ പകരത്തിനുള്ള സാധനമെങ്കിലും നമ്മൾ എടുക്കണം. മൊത്തത്തിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് സ്കിപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അത് നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ കുറച്ചല്ലേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ചെറുപയർ പൊടി ഒപ്പം ഞാൻ ചന്ദനത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ്. നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. കസ്തൂരി മഞ്ഞൾ എല്ലാ ദിവസവും നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കുളിക്കുന്നത് ശരിക്കും നമ്മുടെ സ്കിൻ വൈറ്റൻ അപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ, കറുത്ത കുത്തുകൾ, പണ്ടൊക്കെ ചെറിയ കുരുക്കളൊക്കെ വന്നിട്ട് അത് കറുത്ത പാടായിട്ട് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് സഹായിക്കുകയെ ഈ 3 ഇൻഗ്രീഡിയൻസ് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഞാൻ ഓൾട്ടർനേറ്റീവ് പറഞ്ഞത് മാത്രം നിങ്ങളത് മാറ്റിയെടുക്കുക. ഇത് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കുറച്ചധികം വേണം, ഇത്രയും നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കുറവാണെന്ന് തോന്നിയാൽ മാത്രം കുറച്ച് കടലമാവും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കടലമാവ് സെറ്റ് ആവാത്ത ഒരുപാട് പേരുണ്ട്. അവരാണെങ്കിൽ അതങ്ങ് കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യുക. ഇത് മാത്രം മതി. ഈ 3 ഇൻഗ്രീഡിയൻസും ഭയങ്കര നല്ലതാണ്. നന്നായിട്ട് നമ്മുടെ സ്കിൻ വൈറ്റൻ അപ്പ് ചെയ്യാനും ഗ്ലോ ആവാനും സഹായിക്കും. ഞാൻ ആദ്യം കാണിച്ചതുപോലെ ചെറുപയർ പൊടി ഞാനിതുപോലെ ഒരു ഡബ്ബയ്ക്കകത്ത് ആക്കി വെച്ചിരിക്കുകയാണ്. സാധാരണ ഒരു പാക്കറ്റിലാണ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നത്. അതിങ്ങനെ വേറൊരു ഡബ്ബയ്ക്കകത്ത് ആക്കി വെച്ചിരിക്കും. എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ ആണെന്നുണ്ടെങ്കിൽ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ കുറച്ചൊക്കെ കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്കതിങ്ങനെ ഒരുപാട് നാൾ വെച്ച് യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ വല്ലപ്പോഴും യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു 3 മാസമൊക്കെ ഇരിക്കും, അല്ലെങ്കിൽ ഒരു 1-1.5 മാസത്തിനുള്ളിൽ തന്നെ അതങ്ങ് തീരും. സോ നിങ്ങൾക്ക് അതങ്ങനെ പുറത്ത് വെച്ചിരിക്കണമെങ്കിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ചിരിക്കുക. നിങ്ങൾ എടുക്കുന്ന ബോട്ടിൽ എയർ ടൈറ്റ് അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതാണ് നല്ലത്. കാര്യം എന്താ വെച്ചാൽ കാറ്റ് എയറുമായിട്ട് കോൺടാക്റ്റ് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് പൂത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഈ ഒരു മിക്സ് കണ്ടോ, ഈ മിക്സ് ഇങ്ങനെ തന്നെ ആക്കി നമുക്കൊരു കണ്ടെയ്നറിലാക്കി വെക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ ഞാൻ എടുത്തതുപോലെ ഓരോ ദിവസവും നമ്മൾ ചെയ്യാനായിട്ട് ഇതുപോലെ എടുത്താൽ മതി. എല്ലാ ദിവസവും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എല്ലാ ദിവസവും അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രമേ നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇടയ്ക്ക് നിങ്ങൾക്ക് തിരക്കൊക്കെ നിൽക്കുകയാണ്, ഇതൊന്നും തേച്ച് കുളിക്കാനായിട്ട് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ സോപ്പ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല. നല്ല മൈൽഡായിട്ടുള്ള ജെൻറ്റിലായിട്ടുള്ള പ്രത്യേകിച്ച് ബേബി സോപ്പ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. കുറച്ച് വില കൂടുതലാണ്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ, അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ബേബി സോപ്പ് അല്ലെങ്കിൽ നമ്മുടെ ബേബി വാഷൊക്കെ ഉണ്ടല്ലോ, ബേബി ബോഡി വാഷൊക്കെ, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ജെൻറ്റിലായിട്ടുള്ള ബോഡി വാഷസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. പിന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ സോപ്പ് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ചിലരുണ്ടാവും. ഈവൻ ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം പറഞ്ഞുതരാം. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എനിക്ക് സോപ്പ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എനിക്ക് എന്തോ കുളിക്കാത്ത പോലെ ഫീലാകും. അപ്പോൾ അതുപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇത് തന്നെ യൂസ് ചെയ്താൽ മതി. സോപ്പ് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാം. ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഒരു ബേബി സോപ്പ് എടുത്തിട്ട് അത് വെച്ച് നന്നായിട്ട് ഫുൾ ബോഡി ആദ്യം തന്നെ ക്ലീൻ ചെയ്യും. അതിന് ശേഷമാണ് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കയ്യിലും കാലിലും കഴുത്തിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത്
കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. അതുപോലെ മസാജ് കൊടുത്തിട്ട് പിന്നെ ഞാനത് വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് എല്ലാ ദിവസവും ചെയ്യുന്നവർക്ക് നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടും. തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും, ശനി ഞായർ നിങ്ങൾക്ക് ലീവ് കിട്ടത്തില്ലേ, ആ ഒരു സമയത്ത് 2 ദിവസം 3 ദിവസമൊക്കെ എങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കണം. വൈകിട്ട് കുളിക്കുന്നവരാണെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് എല്ലാ ദിവസവും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു 5 ദിവസമൊക്കെ യൂസ് ചെയ്താലും മതി കേട്ടോ. എല്ലാ ദിവസവും എന്ന് പറയുമ്പം ഇടയ്ക്ക് ഓരോ ദിവസം മിസ്സായി പോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു 3 ആഴ്ച കഴിയുമ്പം നിങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റം ഞാൻ ഈ വീഡിയോയിൽ തന്നെ ലൈവ് റിസൾട്ട് കാണിക്കുന്നുണ്ട്. എനിക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ കിട്ടിയ റിസൾട്ട് എന്താണെന്ന് അപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. അപ്പോൾ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്താൽ എന്തായിരിക്കും നിങ്ങളുടെ സ്കിന്നിനുണ്ടാകുന്ന മാറ്റം, എനിക്ക് അതുപോലെ മാറ്റം കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തപ്പം കുറച്ച് കൂടിപ്പോയി. അതുകൊണ്ട് ഞാൻ വീണ്ടും നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കുറച്ച് ചേർത്ത് കൊടുത്ത് കൺസിസ്റ്റൻസി ഒന്ന് ക്ലിയർ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തേച്ച് കൊടുത്ത് കുളിക്കാനായിട്ട് നല്ല രസമായിരിക്കും. ഇടയ്ക്കൊക്കെ തന്നെ നമുക്ക് ഒന്ന് വിസ്തരിച്ച് കുളിക്കണമെന്നൊക്കെ തോന്നില്ലേ, ആ സമയത്ത് ഈ ഒരു ബോഡി ബാത്ത് പൗഡർ ഉണ്ടെങ്കിൽ ഭയങ്കര നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്കിൻ ഫുള്ളായിട്ട് നമ്മളൊരു നല്ല സോപ്പ് യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒന്ന് അപ്ലൈ ചെയ്ത് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്താൽ ഉണ്ടല്ലോ സൂപ്പർ റിസൾട്ടായിരിക്കും കേട്ടോ. നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന മാറ്റത്തിനപ്പുറം നമുക്ക് നമ്മൾ നന്നായിട്ട് ക്ലീൻ ആയതുപോലെയും നല്ല രീതിയിലൊരു സ്ക്രബ് കിട്ടിയതുപോലെയും നല്ല മണവും ഒക്കെയാണ്. ചന്ദനത്തിൻ്റെയും മഞ്ഞളിൻ്റെയും മണമൊക്കെ ഇല്ലേ, നല്ല രസമാണ്. നമുക്ക് നല്ല സൂത്തിങ് ആയിരിക്കും. ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ, ടയേർഡായിട്ടുള്ള ഡേ ആണെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് സഹായിക്കും. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ ചന്ദനവും കുറച്ചുകൂടെ ചെറുപയറിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൺസിസ്റ്റൻസി കറക്റ്റ് ആണോ നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ കുറച്ച് മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപാട് മഞ്ഞൾ ഞാനങ്ങനെ യൂസ് ചെയ്യാൻ താല്പര്യപ്പെടത്തില്ല. കാര്യം എനിക്കൊരു മഞ്ഞ ടിൻറ്റ് വന്നാലോ എന്നൊരു പേടിയാണ്. അതുകൊണ്ടാണ് ഞാനങ്ങനെ യൂസ് ചെയ്യാത്തത്. കുറച്ച് യൂസ് ചെയ്യുന്നത് നല്ലതാട്ടോ, നന്നായിട്ട് സ്കിൻ വൈറ്റൻ അപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ നമുക്ക് ഒരുപാട് ഹെയർ ഗ്രോത്ത് ഉണ്ടെങ്കിൽ ആ ഒരു ചെറിയ ചെറിയ ഹെയർസിനൊക്കെ തന്നെ ഒന്ന് ഡിമ്മാക്കി കാണിക്കാനായിട്ട് മഞ്ഞൾ യൂസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. ഭയങ്കര ഒരു മഞ്ഞ ടിൻറ്റ് വരുമ്പോഴേക്കും, ചെറുതായിട്ടൊരു മഞ്ഞ ടിൻറ്റ് വരുമ്പോഴേക്കും നമ്മുടെ ആ ഹെയറൊക്കെ ഉണ്ടല്ലോ, മുഖത്തായാലും കഴുത്തിലായാലും ഒക്കെ ഉള്ള ആ ഹെയർ അത് നന്നായിട്ട് ഡിമ്മാകും. അപ്പം ആ ഒരു ബെനിഫിറ്റും കൂടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ബോഡി ഷേവ് ചെയ്യാനായിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിലോ ചെയ്യാതിരിക്കുന്ന സമയത്തൊക്കെ ഇത് നല്ലൊരു ഹാക്കാണ്. അപ്പോൾ ഞാനിവിടെ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് ഇത് തന്നെ സെയിം ബോഡി ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇത് നല്ല തരിതരിപ്പുണ്ട്. കാര്യം നമ്മളിതിൽ ചെറുപയറിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചന്ദനത്തിൻ്റെ പൊടിയിലും ചെറിയ ചെറിയ തരിതരിപ്പുണ്ട്. വെള്ളത്തിലാണ് ഞാനിത് മിക്സ് ചെയ്തെടുത്തത്. നിങ്ങൾ കണ്ടല്ലോ, സാധാരണ പച്ചവെള്ളമാണ്, പാലോ തൈരോ ഒന്നുമല്ല, സാധാരണ പച്ച വെള്ളത്തിലാണ് മിക്സ് ചെയ്തെടുത്തത്. എല്ലാ ദിവസവും നമ്മൾ കുളിക്കുന്ന സമയത്ത് എടുക്കാനായിട്ട് ഇത് നല്ല എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ റൂമിലോ വാഷ്റൂമിലോ വെച്ചിരുന്നാൽ പെട്ടെന്ന് ഒരു ബൗളും കൂടെ വെച്ചിരുന്ന് നമുക്ക് അത് മിക്സ് ചെയ്തിട്ട് വേഗത്തിൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതെല്ലാം കൂടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരുമിച്ച് സ്റ്റോർ ചെയ്തും വെച്ചിരിക്കാം. എന്നിട്ട് നമുക്കത് യൂസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എടുത്ത് ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ സ്കിന്നിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത സ്ഥലവും അപ്ലൈ ചെയ്യാത്ത സ്ഥലവും ഉണ്ടല്ലോ, അത് തമ്മിൽ നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഞാനിത് വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതൊക്കെ ചെയ്യുന്നത് പോട്ടെ, നിങ്ങൾ തീർച്ചയായിട്ടും പകൽ സമയത്ത് പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും പണിയെടുത്ത് നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്യുന്നത് മൊത്തം നശിച്ചു പോകും. അതുകൊണ്ടാണ് പറയുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് വെയിലുള്ളതാണ് നമ്മുടെ വണ്ടിയുടെ പുക, പുറത്തുള്ള പൊല്യൂഷൻ, പൊടി, ഇതൊക്കെ പറ്റി പിടിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്കിൻ ഡാമേജ് ആവും, ഡാർക്ക് ആവും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, നന്നായിട്ട് കെയർ ചെയ്യുക. അപ്പോൾ മാക്സിമം ഇതുപോലെ പൊടിയടിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ മാറിപ്പോകാനായിട്ട് ശ്രമിക്കുക. തീരെ പറ്റാത്ത സാഹചര്യങ്ങളാണെങ്കിൽ ഫുൾ സ്ലീവുള്ള ഡ്രസ്സ്, ജാക്കറ്റൊക്കെ പുറത്തിടുക, ഗ്ലൗസ് ഇട്ടിട്ട് കൈയൊക്കെ ഒന്ന് കവർ ചെയ്യുക, ഫേസും അതുപോലെ മാസ്ക് വെക്കുകയോ അല്ലെങ്കിൽ ഫേസ് ഷോൾ വെച്ച് കെട്ടുകയോ ചെയ്യുക. എനിക്കിപ്പോൾ കൈ കഴിച്ചതാണ് കേട്ടോ, അങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും ഇത് ആദ്യം തന്നെ അപ്ലൈ ചെയ്തൊരു നല്ല മസാജ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഒരു 5 മിനിറ്റോ വല്ലത് വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വെയിറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അപ്പം തന്നെ വാഷ് ചെയ്ത് കളയാം. ഡെയിലി ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുള്ള ഇത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ അല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്കതൊരു 5 മിനിറ്റ് വെച്ചിരിക്കാം, സ്കിന്നിൽ തന്നെ വെച്ചിരിക്കാം. അല്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് മസാജ് കൊടുത്തിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ചെറുപയറിൻ്റെ പൊടിയൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര മൈൽഡായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ അരിപ്പൊടി പോലെയുള്ള കട്ടിയൊന്നും നമ്മുടെ ചെറുപയറിൻ്റെ പൊടിക്കില്ല. നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ കുതിർന്ന് കിട്ടും. അത് നമ്മൾ വീട്ടിൽ പൊടിച്ചതല്ല, പുറത്തുനിന്ന് വാങ്ങുന്നതാണ്. വീട്ടിൽ പൊടിക്കുന്നതാണെങ്കിൽ നിങ്ങൾ അരിച്ചും കൂടെ എടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാമോ, എൻ്റെ കയ്യിൽ ഞാൻ അപ്ലൈ ചെയ്ത
ഭാഗത്തും അല്ലാത്ത ഭാഗത്തുമുള്ള വ്യത്യാസം നല്ല രീതിയിൽ സ്കിൻ ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഒപ്പം ഞാനിവിടെ ഹോം മെയ്ഡായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ബോഡി ക്രീം. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് ദിവസം മുന്നെയാണ്. നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ടോട്ടൽ വീഡിയോ എടുത്തിട്ട് ലോങ് വീഡിയോയിൽ തന്നെയാണ്, താഴോട്ട് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. സ്കിൻ വൈറ്റനിങ്ങിനും ബ്രൈറ്റനിങ്ങിനും സൂപ്പറാണ്, അമേസിംഗ് ആണ്. ഈ 2 ഹാക്ക് നിങ്ങൾ ട്രൈ ചെയ്താൽ ഫുൾ ബോഡി വൈറ്റനപ്പ് ആവും. അടിപൊളി സ്കിൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇതൊരു 3 ആഴ്ച നിങ്ങളിങ്ങനെ കണ്ടിന്യൂ യൂസ് ചെയ്തിട്ട് എല്ലാ ദിവസവും ഒന്നും പറ്റിയില്ലെങ്കിൽ ഇടയ്ക്ക് മിസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ആഴ്ചയിൽ ഒരു 5 ദിവസം കമ്പൽസറി ചെയ്യാനായിട്ട് നോക്കുക. ആ ഒരു റിസൾട്ട് നിങ്ങളൊരു 3 ആഴ്ച കഴിഞ്ഞ് കമൻറ്റ് ബോക്സിൽ പറയൂ കേട്ടോ. എൻ്റെ കൈയുടെ 2 വ്യത്യാസം കണ്ടോ, വലത് കൈയും ഇടത് കൈയിലും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കമൻറ്റ് ബോക്സിൽ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.